സംഗീത നാടക അക്കാദമിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പ്രസ്തുത അംഗീകാരം സ്വീകരിക്കാനായി ശ്രീ പല്ലാവൂർ ദേവനാരായണനെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ പല്ലാവൂർ ദേവനാരായണനെ പൊന്നാട അണിയിച്ച് പുരസ്കാരം നൽകുവാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, അംഗീകാരം കൊണ്ട് ഒരിക്കലും ഒരാൾ ആദരിക്കപ്പെടുകയല്ല, അനുഗ്രഹിക്കപ്പെടുകയാണ്. ഊണും ഉറക്കവും വെടിഞ്ഞ് എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരുന്ന് ചെയ്യുന്ന ഒരു അത്യധ്വാനത്തിന് കിട്ടുന്ന വരദാനമാണ് ഈ അംഗീകാരം. മൂർധാവിൽ ഈശ്വരൻ വെച്ച് തരുന്ന ഒരു മുദ്ര. നന്ദി പറഞ്ഞാൽ തീരാത്ത മനസ്സുമായി നിങ്ങൾ തരുന്ന ഈ തീരാത്ത സ്നേഹത്തിന് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ദണ്ഡ നമസ്കാരം ചെയ്യും. ദേവേന്റെ പ്രസംഗം കലക്കി കിട്ടോ. ഞാൻ വിചാരിച്ചു മന്ത്രിമാരെ പോലെ മൈക്ക് കൈ കിട്ടിയ വിടില്ലാന്ന്. വെറുതെ വളവള പറഞ്ഞിട്ട് എന്താ കാര്യം? രണ്ട് വാക്ക് പറഞ്ഞാൽ കേൾക്കണവനും പറയണവനും മനസമാധാനം. ആ വന്നോക്കെ ചിക്കനാണ്, ചിക്കനും തോൽപ്പിട്ടു. ഒന്നങ്ങോട്ട് മാറി വാസു. വസുന്ധര അടുത്ത് വരും, ഭക്ഷണം കഴിക്കാം. അങ്ങോട്ടിരുന്നോളൂ. അയ്യോ, ഞാൻ ഇറച്ചി മീനൊന്നും കഴിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെജിറ്റേറിയൻ ഓർഡർ ചെയ്യാം. അറിയില്ലായിരുന്നോ കാര്യം? അതിന് അവളുടെ ഒരു കാര്യവും ഞാനിതുവരെ അന്വേഷിച്ചിട്ടില്ലല്ലോ. യെസ്, വന്നോക്കെ. ഇയാളെന്താ ബെല്ലടിച്ച് പഠിക്ക? ദേവേട്ടൻ ഇല്ലേ? ഉണ്ട്, വരൂ. ഞാൻ ചന്ദ്രഭാനു. മനസ്സിലായി, ഇരിക്ക. എന്താ ഇവിടെ? ഫംഗ്ഷൻ നടക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. തിരക്കിന്റെ ഇടയിൽ മുമ്പിലേക്ക് വരാൻ പറ്റിയില്ല, ക്ഷമിക്കുക. ആ സമയത്ത് വന്ന് ബുദ്ധിമുട്ടിച്ചേന്. എന്ത് ബുദ്ധിമുട്ട്? ഒരാഗ്രഹം പറഞ്ഞ തടസ്സം പറയൂ. ഇന്നൊരു പെഗ് എന്റെ കൂടെ കഴിക്കുന്നതിൽ വിരോധമുണ്ടാ? ക്ഷമിക്കണം, കുടുംബണ്ടേ കൂടെ. ദേവേട്ടനെ കാണാനും സംസാരിക്കാനും എനിക്ക് ഇനിയൊരു അവസരം ഉണ്ടാവുമെന്ന് തോന്നണില്ല. എനിക്ക് വിസ കിട്ടി, ഗൾഫിലേക്കല്ല. ഒരു വയറുവേദന വന്നപ്പോ അമലെ കാണിച്ചു. ചെക്കപ്പില് കണ്ടത് സ്റ്റൊമക്കിൽ ക്യാൻസർ എന്നാ. രക്ഷപ്പെടില്ല എന്ന് അവന്മാര് പറഞ്ഞു. വേണ്ടാതെ ഞാനും പറഞ്ഞു. 6 മാസമെങ്കിൽ 6 മാസം വിട്ടുകൊടുക്കില്ല ദേവേട്ട. ഞാൻ അടിച്ച് പൊളിച്ചിട്ട് ഞാൻ മടങ്ങി പോവാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. താഴെ ബാറി കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങാം. ഒറ്റ പെഗ് മതി. നിങ്ങളെല്ലാരും വന്നേ. എന്റെ ഒരു പഴയ സുഹൃത്താണ് ചന്ദ്രഭാനു. ഒന്ന് പുറത്തിറങ്ങിട്ട് വരാം. കഥ അടച്ച് കുറ്റിട്ടോളൂ. അല്ലെങ്കിൽ വേണ്ട, അച്ഛന്മാരും കിട്ടന്മാരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോളൂ. ഞങ്ങൾ ഉടനെ വരാം. ക്ഷമിക്കുക ബുദ്ധിമുട്ടിച്ചതിന്. ഇപ്പൊ തിരിച്ചയച്ചോളാം. കുമാരാ, നീ വന്നു. സാർ, ബാർ ക്ലോസ് ചെയ്തു. അയ്യോ, എന്താ ചെയ്യാ? ഇവിടേക്ക് ഇപ്പൊ 11 മണിയാകുമ്പോഴേക്കും ബാർ അടയ്ക്കും. പിന്നെ കയ്യും കാലും പിടിക്കണ ഒരു പെഗിട്ട് നമുക്ക് റിവേറിലേക്ക് പോവാം. വേണ്ട ചന്ദ്രഭാനു, നേരെ ഇത്ര ആയ സ്ഥിതിക്ക് ഇനി ഒരിക്കലാവാം. ഏതായാലും ഇറങ്ങിയില്ലേ നീ? 1/2 മണിക്കൂർ കാറിന്റെ നീ വരുന്നേ പ്ലീസ്. കുമാര,
വന്നേ. ഇത് നമ്മുടെ ഷെൽട്ടറാ, ആരുടെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. എല്ലാം റെഡിയല്ലേ മോഹന? ഇരിക്കുന്നേട്ടാ, ഇരിക്കുന്നേ. ഏത് ബ്രാൻഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. Cheers. സത്യം പറഞ്ഞ ദേവേട്ടനെ പോലൊരു ഭാഗ്യവനെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ ദേവേട്ടനെ തേടി എത്താതിരിക്കണുള്ളൂ. ഇതിലൊക്കെ എന്തിരിക്കുന്ന ചന്ദ്രഭാനു, എല്ലാ ഒരു നിമിഷ നേരത്തേക്ക് മാത്രം. അതെ, ദേവേട്ടൻ എന്തോ അങ്ങനെയാ, നിമിഷ നേരത്തേക്ക് മാത്രം. ഓർക്കുന്നുണ്ടോ, ഒരു നിമിഷം കൊണ്ടാ എന്റെ കുടുംബം തട്ടി തകർത്ത് അന്ന് ദേവേട്ട ഇറങ്ങിപ്പോയത്. അന്ന് തന്നെ ഇറക്കി വിട്ടു ഞാൻ അവളെ. അവള് ചെയ്ത തെറ്റിന്റെ ഫലം അവൾ അനുഭവിക്കട്ടെ. ഭാനുവേട്ട, അന്നത്തെ ആ സംഭവത്തിന്റെ പേരിൽ ദേവേട്ടൻ ഒരുപാട് പശ്ചാത്തപിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ അങ്ങ് മറക്കണം. മറക്കാനോ? ഞാനോ? എന്റെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? അതെ, എല്ലാം തകർത്ത് നീ ഇറങ്ങിപ്പോയപ്പോ ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന പക, അതാണ് ആ ക്യാൻസർ. അതെനിക്ക് കരിച്ചു കളയണം ഈ നിമിഷം, ഇവിടെ വെച്ച്. ഓ, നീ മനഃപൂർവ്വം. അതെ. നമുക്ക് പോവാം. എവിടേക്ക്? താൻ എവിടേക്കും പോവില്ല. ചെയ്ത തെറ്റിന്റെ ഫലം താൻ ഇവിടെ വെച്ച് അനുഭവിക്കാൻ പോവുക. അതിനുശേഷം ഹോട്ടൽ മുറിയിൽ നിന്റെ ഭാര്യ. ധൃതി വേണ്ട, എല്ലാറ്റിനും അവസരം തരാം. സക്കറിയ, നീ എവിടെയൊക്കെ വെച്ച് മുറിവേൽപ്പിച്ചു വിട്ട സർപ്പങ്ങൾ കാത്തിരിക്കായിരുന്നു എല്ലാവരും ഈ ഒരു അവസരത്തിന്. എല്ലാ കത്തിവേഷവും അഴിച്ചു വെച്ച് രംഗത്ത് നിന്ന് പിൻവാങ്ങാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പഴയ രൗദ്രവേഷക്കാരൻ. ഇനി ഒരു യുദ്ധത്തിന് ഞാനില്ല. എന്നെ വെറുതെ എല്ലാവരും. അതെങ്ങനെയാ? സർക്കാരിന്റെ ആദരവ് മാത്രം ഏറ്റുവാങ്ങിയാ മതിയോ? ഞങ്ങളും കൂടെ ഒന്ന് ആദരിക്കട്ടെന്ന്. ഓ, നീ പോവാൻ പറയുമ്പോ പോവാനും വരാൻ പറയുമ്പോ വരാനും ഞാനാരാ? നിന്റെ അമ്മയുടെ സംബന്ധക്കാരനോ? നാട്ടിൽ കഴിച്ചു കിട്ടോ, എനിക്ക് പ്രശ്നമാവും. അല്ല വാസു, ദേവേട്ടൻ എവിടെ? ചെറിയൊരു പ്രശ്നമുണ്ട്. എത്രയും പെട്ടെന്ന് വസന്തരടുത്തും കൊണ്ട് പല്ലാവരേക്ക് പുറപ്പെട്ടോളൂ. എന്താ ദേവേട്ടൻ എവിടെ? പേടിക്കണ്ട, ദേവേട്ടനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളോട് പല്ലാവരേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോവില്ല ദേവേട്ടനില്ലാതെ. എവിടെ ദേവേട്ടൻ? ആ ചന്ദ്രഭാനുമായിട്ട് എന്തോ കശപിശ ഉണ്ടായി. പേടിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല എടുത്തി.
പെട്ടെന്ന് തന്നെ മടങ്ങിയോ? അപ്പോ ഇവിടെ പോന്നിട്ടില്ല. അവിടെ എന്തോ സ്വീകരണോ പത്രസമ്മേളനമൊക്കെ ഉണ്ട് അത്രേ. കാലത്ത് മടങ്ങാന്നാ പറഞ്ഞത്. എന്താ മോളെ ഒരു വല്ലായ്മ? ചെറിയ തലവേദന. യാത്ര ചെയ്തിട്ടാവും. മോള് പോയി കിടന്നു. അപ്പോ ഞങ്ങള് ആ ശരി. നടക്കാം. എന്തൊക്കെയത്? ഇപ്പൊ തീർന്നില്ലേ അപ്പുവിനെ കുറിച്ചുള്ള സങ്കടമൊക്കെ? ഇതൊന്ന് പിടിക്ക. പല്ലാവൂർ ദേവനാരായണൻ എന്ന മഹാനെ പ്രസവിച്ചതിന് ഈ പൊന്നാട നിനക്കിരിക്കട്ടെ.